എല്ലാവരും ഏറ്റുമുട്ടുന്ന കാലമാണ്. അപ്പോൾ പിന്നെ ആനയ്ക്ക് എന്താ കുഴപ്പം? എറണാകുളത്ത് ഷൂട്ടിങ്ങിനായി എത്തിച്ച ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തു. പരിക്കേറ്റ പുതുപ്പള്ളി സാധു ആന കാട്ടിലേക്ക് ഓടിക്കയറി. പൂതത്താൻകെട്ട് തുണ്ടം ഫോറസ്റ്റ് റേഞ്ചിലാണ് ഈ സംഭവം നടന്നത്. ഒരു തെലുങ്കു സിനിമയുടെ ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന 2 ആനകളാണ് ഏറ്റുമുട്ടിയത്. ആനയുള്ള സ്ഥലം കണ്ടെത്തിയതായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അശ്വിൻ പാലാഴി ഈ ആന ഓടിപ്പോയ ഭൂതത്താൻകെട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ എവിടെയാണ് നിൽക്കുന്നത്? എസ് കെ, നമ്മൾ ഈ സ്ഥലത്തിന് സമീപത്ത് തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും അതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് അവിടെ ഫോറസ്റ്റിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നേതൃത്വത്തിൽ ആനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. അവിടേക്ക് നിലവിൽ നാട്ടുകാരടക്കം എത്തിയിട്ടുണ്ട്. അവരെ ഒന്നും പ്രവേശിപ്പിച്ചിട്ടില്ല. ഇന്ന് വൈകുന്നേരം 5:30 ഈ തെലുങ്ക് സിനിമയുടെ ഒരു ചിത്രീകരണത്തിന് വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളെ വടാട്ടുപാറയിൽ അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടക്കുകയാണ്. 5:30 ഈ ആനകളുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി അവരെ വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഈ ആനകൾ ഏറ്റുമുട്ടി. അതിൽ പുതുപ്പള്ളി സാധു എന്ന ആനയ്ക്കാണ് പരിക്കേറ്റത്. അത് 3 പിടിയാനകളും 2 കൊമ്പനാനകളുമാണ് ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് എത്തിയിരുന്നത്. ഇതിൽ ഈ 2 കൊമ്പനാനകൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഇതിൽ പുതുപ്പള്ളി സാധുവിന് സാരമായി പരിക്കേറ്റു. ഈ ഏറ്റുമുട്ടലിന് ശേഷം സമീപത്തുള്ള കാട്ടിലേക്ക്, അതായത് തുണ്ടം ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തോടുള്ള വഴിയിലൂടെ ഈ പുതുപ്പള്ളി സാധു കയറി ഓടുകയായിരുന്നു. പിന്നീട് എവിടേക്കാണ് ഈ ആന പോയത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും ഫോറസ്റ്റിനോ അല്ലെങ്കിൽ ഈ ആനയുടെ പാപ്പാന്മാർക്കോ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏകദേശം ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ പോലും ഏകദേശം ഏത് ഭാഗത്തേക്കാണ് ഈ ആന പോയത് എന്നുള്ളത് മാത്രമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ആ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒപ്പം ഈ ആനയുടെ പാപ്പാന്മാരുമൊക്കെ ആ സ്ഥലം കേന്ദ്രീകരിച്ചിപ്പോൾ ഒരു തെരച്ചിൽ നടത്തുന്നത്. അവിടെയുള്ളൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ഈ പുതുപ്പള്ളി സാധു ഒരു നാട്ടാനയാണെന്ന് നമുക്കറിയാം. ഒപ്പം ഈ കാട്ടിൽ നിലവിലുള്ള നിരവധി കാട്ടാനകളുള്ള ഒരു കാട് കൂടിയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കാട്ടാനകളുമായി ഈ പുതുപ്പള്ളി സാധുവിന് ഏറ്റുമുട്ടേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് നേരത്തെ ഉണ്ടായ ഏറ്റുമുട്ടലിനേക്കാൾ വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് പോകും എന്നുള്ളതാണ് ഈ കാടിനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ നമ്മളോട് പറയുന്നത്. എന്തായാലും ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫോറസ്റ്റും പോലീസും ഒക്കെ സംയുക്തമായി തന്നെ പുതുപ്പള്ളി സാധുവിനെ തേടി ഈ രാത്രിയിൽ തന്നെ കാട്ടിലേക്ക് പോയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ രാത്രിയിൽ വെളിച്ച സംവിധാനമൊക്കെ തടസ്സമാകുന്നുണ്ടെങ്കിൽ, ഉൾക്കാട്ടിലേക്ക് പോകാനുള്ള സാധ്യതകൾ മങ്ങുന്നുണ്ടെങ്കിൽ നാളെ രാവിലെയോടുകൂടി മാത്രമേ ആ ഉൾക്കാട്ടിലേക്കുള്ള ഒരു പ്രവേശനം സാധ്യമാകൂ എന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ അവരിപ്പോൾ ഊർജിതമായ തെരച്ചിൽ തന്നെ പരമാവധി അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്നെ നടത്തുന്നുണ്ട്. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.